ദുനിയാവിന്റെ പുറത്ത് വെച്ച് അസുഖങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. യഥാർത്ഥപരമായി അള്ളാഹുവിന്റെ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് പനി കടന്നു വരുന്നത്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് പനി കടന്നു വരുന്നത്. അങ്ങനെ മുഅ്മിനുകൾക്ക് പനി കടന്നു വരും, അവർക്ക് പരീക്ഷണങ്ങൾ കടന്നു വരും, അവർക്ക് സങ്കടങ്ങൾ കടന്നു വരും, അവർക്ക് ദുഃഖങ്ങൾ കടന്നു വരും. അത് മുഅ്മിനീങ്ങൾക്കാണ്. എന്തിനേറെ ഒരു വേള അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാൾ അവരവിടെ നിന്ന് പനി പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ യാ അല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ പനി നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന നേരം ഈ സ്വഹാബി അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മരണത്തിന്റെ സമയം വരെ എന്നിൽ നിന്ന് ഈ പനി വിട്ടുമാറാതിരിക്കാൻ ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? ഈ ഒരു പനി അനുഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. ചരിത്രങ്ങളിൽ കാണാം, അല്ലാഹുവേ, മരിക്കുന്നത് വരെയും ആ സ്വഹാബിക്ക് പനിയായിരുന്നു. നമ്മളാണെങ്കിൽ പനിയുടെ പേര് പറഞ്ഞ് നിസ്കാരം മുടക്കുന്നവരാണ്, പനിയുടെ പേര് പറഞ്ഞ് ഖുർആനോദലുകൾ മുടക്കുന്നവരാണ്, പനിയുടെ പേര് പറഞ്ഞിട്ട് നന്മകളെല്ലാം മുടക്കിക്കൊണ്ട് കടന്നു പോകുന്നവരാണ്. എന്നാൽ അല്ലാഹുവേ, സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതകാലം മുഴുവനും എനിക്ക് പനിയാകാ, ഒന്ന് ദുആ ചെയ്യുവോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നു പോയെങ്കിലോ ഇന്ന് തലവേദന കൊണ്ട് പുളയുന്നവരുണ്ട്, ഛർദി കൂടുന്നവരുണ്ട്, ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുന്നവരുണ്ട്, ഛർദി കൂടുന്നവരുണ്ട്, കണ്ണ് വേദനിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള രോഗത്തിനല്ല അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മരുന്നുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ മരുന്നുകൾ നമ്മൾ വേണ്ടുന്ന കോലത്തിൽ ഉപയോഗിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തിനേറെ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞ ആ ഖുർആനിന്റെ ആയത്തുകളാണെങ്കിലോ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു പോയാൽ അതിന് മഹത്വമുണ്ട്. അതേസമയം അല്ലാഹുവേ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, എന്റെ സങ്കടം മാറുമോ, എന്റെ വിഷമം മാറുമോ, എന്റെ ദുഃഖം മാറുമോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷിക്കാനാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു രോഗത്തിനും ഒരു മാറ്റവും വരില്ല. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കരുതേണ്ടെന്ന് എങ്ങനെന്നറിയോ? ഒരു മരുന്ന് ചെയ്യുമ്പോ അല്ലാഹ് ഈ മരുന്ന് പറഞ്ഞു തന്നതാരെന്നറിയോ? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് പടച്ചവനെ, ആ മുത്ത് നബിയുടെ വാക്കിന് പവറുണ്ട് റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നീയത്തോടെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. നിങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ രോഗങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള ആ വാക്ക് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നാൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ജീവിതത്തിന് ഉപകാരപ്പെടുന്ന 4 ദുആകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോവുകയാ. അല്ലാഹുവേ, ഈ 4 ദുആകൾ നമ്മുടെ ജീവിതത്തിന് ഉപകാരമാ, നമ്മുടെ മക്കൾക്ക് ഉപകാരമാ, നമ്മുടെ ഭാര്യമാർക്ക് ഉപകാരമാണ്. എന്തിനേറെ മസ്ജിദ് നബവിയുടെ ചാരത്തൊരു സ്വഹാബി ഇരിക്കുകയാ. മനസ്സ് മുഴുവനും സങ്കടമാണ്. കരഞ്ഞു കലങ്ങിയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് ചോദിച്ചു പോവുകയാ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ഉടൻ തന്നെ പറയുന്നു, അല്ലാ അല്ലാ, വല്ലാത്ത രോഗമാണ്.
വിഷമമാണ്, വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത ദുഃഖമാണ്. എന്ത് പറ്റിയെന്നറിയില്ല. ഒരുപാട് മരുന്നുകൾ പഠിച്ചു, ഒരുപാട് മരുന്നുകൾ കഴിച്ചു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരു വേള എനിക്ക് പഠിപ്പിച്ചിട്ടുള്ള ദുആയും ഞാൻ ഓതുകയാണ്. പക്ഷേ എന്റേതായിട്ടുള്ള ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലല്ലോ, എന്റെ രോഗം മാറിയിട്ടില്ലല്ലോ. ഉടൻ തന്നെ ഈ കടന്നു വന്ന മനുഷ്യൻ ചോദിക്കുകയാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അല്ലാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റുമോ? പടച്ചതമ്പുരാനെ മുന്നിൽ നിർത്തിയിട്ട് സത്യം പറയാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് നിങ്ങൾ ചെയ്യുമ്പോ ഒരു പരീക്ഷണമെന്നോണം നിങ്ങൾ ചെയ്തവരാണോ? ഉടൻ തന്നെ പറഞ്ഞു, നഅം, അതേ ഒരു പരീക്ഷണമെന്നോണമാണ്. അങ്ങനെ ചെയ്തു നോക്കാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതാണല്ലോ, അതുകൊണ്ടൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു നോക്കിയതാണ്. ഇന്നെന്റെ വേദന കൂടിയതേ ഉള്ളൂ, എന്റെ സങ്കടം കൂടിയതേ ഉള്ളൂ, എന്റെ പ്രയാസം കൂടിയതേ ഉള്ളൂ. എന്ത് പറ്റിയെന്നറിയില്ലല്ലോ അല്ലാ, എന്ത് പിണഞ്ഞവെന്നറിയില്ലല്ലോ അല്ലാ. ഉടൻ തന്നെ കടന്നു വന്ന മനുഷ്യൻ പറയാ, നിങ്ങൾ കടന്നു പോകണേ, നിങ്ങൾ കടന്നു പോയിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ എന്റെ പ്രവാചകര് പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്തു പോയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ രോഗത്തെ അല്ലാഹു ശിഫാ ചെയ്യുമെന്നാണ് ഈ മനുഷ്യൻ കടന്നു പോവുകയാ. മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ, എന്റെ റബ്ബനിക്ക് പഠിപ്പിച്ചതാണല്ലോ അല്ലാ, എന്റെ റബ്ബനിക്ക് പഠിപ്പിച്ചതാണല്ലോ അല്ലാ, എന്റെ റസൂലുള്ള പഠിപ്പിച്ചതാണല്ലോ അല്ലാ, എന്റെ മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അതുകൊണ്ട് കരുണക്കടലായ റബ്ബേ, ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ രോഗത്തിന് ശമനം തരുവോ അല്ലാ, എന്റെ രോഗത്തിന് ശമനം തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞില്ല. മാറില്ല എന്ന് പറഞ്ഞിരുന്ന രോഗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, എന്റെ സത്യവിശ്വാസികളെ, ഏതൊരു നന്മ ചെയ്താലും അതിൽ വിശ്വാസമുണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ അകത്തട്ടില് കൊണ്ടുവന്നുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞതാണ്. നമ്മൾ ഒരു ദിക്ർ ചൊല്ലുമ്പോ എവിടെന്നോ വാളിന് പോയ സമയം നമ്മൾ കേട്ടുപോയ ദിക്ർ, ആ ദിക്ർ നമ്മൾ ചൊല്ലുന്ന സമയം അല്ലാഹുവേ, ഇതെന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദിക്റാണ്. ആ ദിക്റാണ് ഞാൻ ചൊല്ലുന്നത്, ആ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത് എന്നുള്ള ചിന്തയാ നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലെങ്കിൽ നിങ്ങൾ ആ ചൊല്ലുന്ന ദിക്റിന് പവറുണ്ട്. അല്ലേ? രോഗിയായി കിടക്കുന്ന ആളുകളെ കാണാൻ തന്നെ പോകണം. നമ്മുടെ വീടിന്റെ അയൽവക്കത്ത്, നമ്മുടെ വീടിന്റെ ചാരത്ത് രോഗിയായി കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഒന്ന് ദുആ ചെയ്തൂടെ? അതിനാരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ വീടിന്റെ ചാരത്ത് എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒരു നേരത്തെ മരുന്നിന് പോലും നിവർത്തിയില്ലാതെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവരുടെ അരിയിലേക്കൊന്ന് കടന്നു പോകുമോ? ചെന്നുകൊണ്ട് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്ഫിയ, ഈ ഒരു ദുആ നമ്മൾ ചെയ്തു പോയാൽ ഇല്ലാ
രോഗിയായി കിടക്കുന്ന നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ ഭർത്താവാകട്ടെ, നിങ്ങളുടെ ഉമ്മയാകട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാകട്ടെ, നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ, നിങ്ങളുടെ അയൽവാസികളാകട്ടെ, നിങ്ങൾ ചെന്ന് നിന്നിട്ട് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്ഫിയക എന്നുള്ള ഈ ഒരു ദുആ ഒന്ന് ചൊല്ലിപ്പോയാൽ ഇല്ലാ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അരികത്തേക്കൊന്ന് കടന്നുപോയി നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, നല്ല ചിന്തയോടുകൂടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഈ ദുആ ഒന്ന് ചൊല്ലിപ്പിക്കുകയാണെങ്കിൽ, ഈ ദുആ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഈ ദുആ നിങ്ങളൊന്ന് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ രോഗത്തിന് ശമനം കിട്ടും. ഇതെവിടെന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അരികത്ത് പോയി ചെല്ലുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേണം, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ്, എനിക്ക് വേണ്ടി തന്നതാണ്. ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഖൽബിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്. നല്ല നീയത്തോടെ നിങ്ങൾ കടന്നു വരണം. ആരായി പഠിപ്പിക്കുന്നത്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? സരസീജപ്പൂവിന്റെ ചേലു കണ്ട് സർവനം സന്തോഷ പുളകം കൊണ്ട്, സരസീജപ്പൂവിന്റെ ചേലു കണ്ട് സർവരും സന്തോഷ പുളകം കൊണ്ട്, മാനത്തോരായിരം താരകം പോൽ മിന്നി നിൽക്കുന്ന ത്വാഹ നബി, മക്കത്തോദിക്കുന്ന ചന്ദ്രിക പോൽ പാരീടമാകെ അലങ്കാരമായി, മക്കത്തോദിക്കുന്ന ചന്ദ്രിക പോൽ പാരീടമാകെ അലങ്കാരമായി, അഭിനവസ്തോനം അഭിമാനമേ ആരും കൊതിക്കുന്ന പൂമനമേ, അഭിനവസ്തോനം അഭിമാനമേ ആരും കൊതിക്കുന്ന പൂമനമേ, മാനസത്തോപ്പിൽ വീരിഞ്ഞ പൂവേ മഹ്മൂദർ ത്വാഹ തെളിനിലാവേ, മന്ദാര പൂക്കൾ മധു പാടി മഹിയൊത്ത മഹബൂബിൽ ഇഷ്ക് കൂടി. അള്ളാഹുവിന്റെ പ്രവാചകരെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നു. ആ റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുന്നത്. പടച്ച റബ്ബേ, ദുനിയാവിന്റെ പുറത്ത് ആളുകൾക്ക് ഇന്നെന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, നമ്മുടെ കൂടപ്പുറപ്പുകൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ, അവർക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും അള്ളാഹു അവർ പറയും അല്ലാഹ് നിനക്കൊരു സ്നേഹവുമില്ല എന്ന്. പക്ഷേ മുസ്തഫ നബി തങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു പോയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ച് ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കും. നമ്മൾ ആത്മാർത്ഥമായി അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരും. അപ്പോ നല്ല നീയത്തോടെ ഈ ദുആകൾ നമ്മൾ പഠിച്ചുകൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി കൊണ്ടുവരുമോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ ആനുകൂല്യം നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗ്ഗത്തിന്റെ സന്തോഷം തരട്ടെ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, നമുക്ക് പനി വരാറുണ്ട്, നമുക്ക് തലവേദന വരാറുണ്ട്, നമുക്ക് സങ്കടം വരാറുണ്ട്. എന്തിനാ പെങ്ങളെ പേടിക്കുന്നത്? അള്ളാന്റെ പ്രവാചകർ നിങ്ങൾക്ക് ദുആ പഠിപ്പിച്ചു തരികയാണ്. എന്തിനേറെ ഞാൻ വെറുതെ പറയുകയല്ല. ഒന്നാമതായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്, പടച്ച റബ്ബേ, വല്ലാത്ത സങ്കടത്തിന്റെ അവസ്ഥയിലാണ്. ഇന്നതാ ദുആ ചെയ്യാൻ പറയുന്നവരില്, ലിസ്റ്റുകൾ വായിക്കുന്നതില്
ഉസ്താദേ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്, സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലല്ലോ, എത്ര ഗുളിക കഴിച്ചിട്ട് മാറുന്നില്ലല്ലോ. എന്നാൽ അവിടുന്ന് ചെയ്തോ ഉസ്മാൻ ബിൻ അബില്ലാസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ്, അല്ലാഹുവേ മുസ്ലിമാകുന്നതിന് മുമ്പ് സന്തോഷത്തോടെ കടന്നുപോയ മനുഷ്യനാണ്. പക്ഷേ മുസ്ലിമായതിന് ശേഷം അല്ലാഹ് വല്ലാത്ത പരീക്ഷണങ്ങൾ കടന്നു വരികയാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുമ്പോ അല്ലാഹു പല പരീക്ഷണങ്ങളും നമുക്ക് തന്നേക്കാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബില്ലാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓടുകയാണ്. ആരുടെ മുമ്പിലെന്നറിയോ? ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് പറയാ, യാ റസൂലല്ലാഹ്, മുസ്ലിമായ അന്ന് മുതൽ എനിക്ക് തുടങ്ങിയിട്ടുള്ള തലവേദനയാണ്, ഇന്ന് വരെ മാറിയിട്ടില്ല നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ഇന്ന് വരെ എന്റെ തലവേദന മാറുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ബിൻ അബില്ലാസ് റളിയല്ലാഹു അൻഹു ഇത് ശമീർ ദാരിമിയുടെ വാക്കായിട്ട് വെറുതെ എടുത്ത് പറയുകയല്ല. അള്ളാന്റെ പ്രവാചകരുടെ മുമ്പിലേക്കൊന്ന് കടന്നുപോയ ആ സ്വഹാബി അവിടെന്ന് പറഞ്ഞ ആ സ്വഹാബിയാണ് പറയുന്നത്. ആ സമയം അള്ളാന്റെ പ്രവാചകർ പറഞ്ഞു, അല്ലാഹ് അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ കൈ നീ എങ്ങെടുക്ക്, അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദന വരുന്നത്, അങ്ങനെയുള്ള വേദന വരുന്ന സമയത്ത് വഖുൽ ബിസ്മില്ലാഹ്, നമുക്കിപ്പോ തലവേദനിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് നമ്മൾ പറയണേ ബിസ്മില്ലാ, 3 തവണ ബിസ്മില്ലാ എന്ന് പറയണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന മോനെ ഉസ്മാൻ ബിൻ അബില്ലാസേ, വഖുൽ, നീ പറയണം, വേദന ഉള്ള നിന്റെ തലയിലാണോ എന്നാ നീ എങ്ങനെ വെക്കണേ, കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട്, ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട്, അഊദു ബിഇസ്സത്തില്ലാഹ്, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ, നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലുമോ. അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ, 3 തവണ 3 പ്രാവശ്യം വേദന ഉള്ള സ്ഥലത്ത് നീ കൈവച്ചിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുമോ. അതിനുശേഷം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ, ഈ ഒരു ദിക്ർ ചൊല്ലിയാ നിന്റെ സങ്കടം മാറുമെന്ന് പറയുമ്പോ ഉസ്മാൻ ബിൻ അബില്ലാസ് റളിയല്ലാഹു അൻഹു പറയാ, ഫഫഅൽതു ദാലിക മിറാറാ, ഇത് 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, പല തവണ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ ചൊല്ലുകയാണ്. അല്ലാഹു എന്റെ വേദന മാറ്റി തന്നിരിക്കുകയാണ്, എന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചൊല്ലുമോ. തലവേദന കൊണ്ട് പിടക്കുന്നവരാണ്, ഉസ്താദേ സഹിക്കുന്നില്ല, നൊമ്പരമാണ്, സങ്കടമാണ്, എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ആദ്യം 3 തവണ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അഊദു ബിഇസ്സത്തില്ലാഹി മനസ്സിലാക്കാനാണ് പറയുന്നത്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.
നല്ല നീയത്തോടെ വരണം. എന്റെ പ്രവാചകരാണ് ഈ ദുആ എന്നെ പഠിപ്പിച്ചത്, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ദുആ എന്നെ പഠിപ്പിച്ചത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ലേ? ഉമ്മാക്ക് പനി വരികയാണ്, ബാപ്പക്ക് പനി വരികയാ, ശരീരമാസകലം തളർന്നു കിടക്കുന്ന ഉപ്പാക്ക് ചൊല്ലാൻ പോലും കഴിയില്ല. എന്നാൽ എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവിന് അവിടുന്ന് തല പൊക്കാൻ കഴിയുന്നില്ല, തലവേദനിക്കുകയാണ്. നിന്റെ മകനിക്ക് തല കൊണ്ട് പൊക്കാൻ വയ്യ, വേദനിക്കുകയാണ്. എന്നാൽ ബിസ്മില്ലാഹി അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ ഈ ദുആയായത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. മനസ്സിലാക്കാൻ, ജീവിതത്തിൽ ഉപകാരപ്പെടണം. ഈ ദുനിയാവിന്റെ പുറത്ത് നമുക്ക് ഏറ്റവും നല്ല വിശ്വസ്തർ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കവന്ന് ചൊല്ലുമോ, മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ, മനസ്സിന്റെ കോണിൽ സ്ഥാനം ഉറപ്പിച്ച മകൾ വ്യക്തിത്വമേ മുഹമ്മദ് മുസ്തഫ. ആമിന ഉമ്മാന്റെ പൊന്നുമോനെ, അബ്ദുള്ള ഉപ്പാന്റെ കൺമണിയെ മുഹമ്മദുർ റസൂലുള്ളാഹ്. സസ്യലതാദികൾ പോലും, കല്ലുകൾ പോലും, ചരൽ കല്ലുകൾ പോലും, ഈത്തപ്പന മരങ്ങൾ പോലും, ഇടജന്തുക്കൾ പോലും ഒരുപോലെ സലാം പറയുന്ന സർവറെ ആലം സർക്കാരെ മുജസ്സം സാജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് പറയുന്നത്. തലവേദനയ്ക്ക് മരുന്ന് ചെല്ലണം. തലവേദനക്കുള്ള മരുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ഓതുമ്പോ അടിയുറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവിടെ നിന്ന് രണ്ടാമത്തെ രോഗമാണ് പനി. പനി പിടിച്ചാൽ അല്ലാഹുവേ സഹിക്കാൻ കഴിയുന്നില്ല. ഒരു വേള അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മഹദിയായ ബീവി ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരേ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരേ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വരുമ്പോ മുസ്തഫ നബി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്ത് പറ്റി തങ്കക്കുടമേ, ഇത്രയും നേരം വൈകിയതെന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു പോവുകയാണ്, ഉമ്മ അല്ലയോ ഉപ്പാ, അസ്വാബത്തിനിൽ ഉമ്മ, എനിക്ക് പനി പിടിപെട്ടു ബാപ്പാ. മോളെ, ഞാൻ നിനക്ക് പനി പിടിപെട്ടാൽ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദിക്റ് നീ ചൊല്ലാറുണ്ടോ? ബാപ്പാ, ഞാനത് മറന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദുആ ഏതെന്നറിയോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് വമിൻ അദാബിക അസ്തജീർ. ഈ ഒരു ദുആ ഒന്ന് ചൊല്ലണം മോളെ. എന്തേ നീ ചൊല്ലാതെ കടന്നു വന്നത്? ബാപ്പാ, ഞാനത് മറന്നുപോയി. ബാപ്പാ, ഞാനത് മറന്നുപോയി. ചൊല്ലിക്കോ സഹോദരങ്ങളെ, എന്റെ കൂടെ ഒന്ന് ചൊല്ല്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് വമിൻ അദാബിക അസ്തജീർ. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ എങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ പനി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
നിസാരം ചെറിയ ദുആയാണ്. നമ്മൾ ഇത് ചൊല്ലുമ്പോ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ള ആ ഒരു ബോധത്തോടെ, ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നല്ല, ഹോസ്പിറ്റലിൽ പോകണം. അതിനോടൊപ്പം തന്നെ ഈ ദുആയും കൂടെ ചൊല്ലണം. ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? സ്വഹാബത്തിനെ പനി പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നെന്താ? കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യുഅല്ലിമുഹും ഇൻദൽ ഹമ്മാ വമിനൽ ഔജാഇ കുല്ലിഹാ. സ്വഹാബത്തിൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്താണ് ഇൻദൽ ഹമ്മാ? പനി പിടിക്കുന്ന സന്ദർഭത്തിലോ വമിനൽ ഔജാഇ കുല്ലിഹാ, മറ്റുള്ള വേദനകൾ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. യഖൂൽ പറയാൻ, ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അലീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. ഈ ദുആ ചൊല്ലാൻ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ബിസ്മില്ലാഹിൽ കബീർ അഊദു ബില്ലാഹിൽ അലീം മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. നിറഞ്ഞ മനസ്സോടുകൂടി എന്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓതിപ്പോയാൽ ഏത് പനിയും മാറുകയാണ്. ശരീരത്തിന് ഏത് വേദന ഉള്ള സ്ഥലമാണോ, ശരീരത്തിന്റെ വേദനകളൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അത് മുഴുവനും മാഞ്ഞു പോകുമെന്ന് പുണ്യ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔഷധമാണ്. ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന ദിക്റുകളാണ്. നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്ന് ആമീൻ പറയുമോ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഹാദീനാ വമുസ്തഫാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ കണ്ണീരുകളെ മാറ്റണേ അല്ലാ. കുടുംബക്കാർ ഇതിനെ പല ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, ആനന്ദം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ, നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാരെ കാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ പൊന്നുപ്പമാര്, ഞങ്ങളുടെ പൊന്നമ്മമാര് പലരും വിട പറഞ്ഞിട്ട് പച്ച മണ്ണിലാണ് അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനം ആക്കണേ അല്ലാ, കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൈകാല് തളർത്തിക്കിടത്തല്ല റബ്ബേ. അല്ലാഹുവേ, ശരീരങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ശരീരം കീറിമുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ശരീരം കീറിമുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ തരല്ലേ അല്ലാ, അപസ്മാരം തരല്ലേ അല്ലാ,
നമ്മുടെ നാവിലും തൊണ്ടയിലുമൊന്നും ക്യാൻസർ തരില്ലേ അല്ലാ. പടച്ചോനെ, ആരൊക്കെയാണ് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ, അവരുടെ മനസ്സിൽ ഏതൊരു ഹലാലായ ഉദ്ദേശമുണ്ടോ നീ അതിനെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ അതിനെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ അതിനെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് വെച്ച് കടം കയറിയവരുണ്ട്, അല്ലാഹുവേ അത് നീ എത്രയും പെട്ടെന്ന് ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ.